नमस्कार। पिछले कक्षा में हम 8वीं कक्षा का पहली इकाई का पहला पाठभाग शाह अकबर को कौन सिखाएगा। यह पाठभाग एक लोक कथा है। यह लोक कथा का प्रमुख पात्र है अकबर और बीरबल और दुनिया के सभी काम करने वाले लोग। इसमें पहली अकबर ने कहा कि अकबर ने अपने मंत्री से कहा कि बीरबल, मैं इस दुनिया का बहुत सारी बातें पढ़ना चाहता हूँ, इसका इंतजाम करो। बीरबल ने उस समय अगले सुबह में बीरबल समाज के कई काम करने वाले लोगों को अकबर का दरबार का लाया गया और 2 അനുച്ഛേദ हमने पिछले कक्षा में पढ़ा। ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തിലെ 1ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായിട്ടുള്ള ഷാഹ് അക്ബർ കോ കോൻ സിക്കായേഗ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതിലെ 2 പാരഗ്രാഫാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ആ പാരഗ്രാഫിലെ അക്ബർ ചക്രവർത്തിയെ കുറിച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയുള്ള സ്വഭാവത്തിനുള്ള ഉടമയാണ്, എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ് അക്ബർ ചക്രവർത്തി. അതായത് എല്ലാ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് അക്ബർ ചക്രവർത്തിയെ കാണുക. ഈ പാഠഭാഗത്തിൽ പറഞ്ഞു നോക്കൂ, ഹർ ചീസ് കോ സീഖ്ന ചാഹത്താ ഹൂം യാ പഠന ചാഹത്താ ഹൂം. ഞാൻ ഓരോ വസ്തുവിനെയും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള ലോകത്തുള്ള ഓരോ വസ്തുവിനെയും കുറിച്ചിട്ട് സീഖ്ന ചാഹത്താ ഹൂം, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. കൽ സെ മേരി പഠായി ശുരു, നാളെ എൻ്റെ പഠനം ആരംഭിക്കുകയാണ്. ഇസ്കാ ഇന്തിസാം കരോ, അതിനുള്ള ഏർപ്പാട് ചെയ്യും. അല്ലേ? അതാണ് ബീർബലിനോട് അക്ബർ ചക്രവർത്തി പറയും. अने दूसरे दिन अगले दिन सुबह में दरबार में कई लोगों को लाया गया बीरबल. അടുത്ത പ്രഭാതത്തിൽ ഈ കൊട്ടാരത്തിലേക്ക് ഒരുപാട് ജനങ്ങളെ ബീർബൽ കൂട്ടിക്കൊണ്ടുവന്നു. ആരൊക്കെയാണ് നോക്കൂ, ബच्चे, बुजुर्ग, गृहिणियां और धोबिने, किसान, कचरा बीनने वाले, दुकानदार और लिपिक, मूर्ख और ज्ञानी थे. और बीने जाने की 3 तरह के लोग थे. അത് മാത്രമല്ല, പല തരത്തിലുള്ള ജോലിക്കാർ ആ കൊട്ടാര സദസ്സിലേക്ക് ബീർബൽ ആ സമയത്ത് ഹാജരാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ബീർബൽ കൊട്ടാരത്തിലേക്ക് ആരെയൊക്കെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ആരൊക്കെയായിരുന്നു വന്നിരുന്നത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഓക്കെ, നോക്കൂ, इन सब का क्या मतलब है शाह सागरजे. मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुमने मेरा महल राज्य की आधी जनता से भर दिया. अब जवाब दो. ഇത് കണ്ടപ്പോ രാജാവ് പറയാണ്, ഇൻ സബ് കാ ക്യാ മത്ലബ്, നിങ്ങൾ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? മത്ലബ് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? शाह सागरज, अकबर चक्रवर्ती आलरी, मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सीख सके और तुमने मेरे महल राज्य की आधी जनता से भर दिया. ഞാൻ എന്നെ പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്തത്? എൻ്റെ രാജ്യത്തുള്ള പകുതി ജനങ്ങളെയും ഈ ആദി ജനത, ഈ കൊട്ടാരത്തിലേക്ക് പകുതി ജനങ്ങളെയും നിങ്ങൾ കൊണ്ടുവന്നതാണല്ലോ. അപ്പൊ ജവാബ് ദോ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം, അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്താണ് എന്ന് രാജാവ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിക്കുക. അപ്പൊ രാജാവിന് ഈ ആളുകളെയൊക്കെ കൂടി കണ്ടപ്പോൾ രാജാവിന് ഒന്നും മനസ്സിലായില്ല. അയാൾ വളരെ ദേഷ്യത്തിൽ, അക്ബർ ചക്രവർത്തി വളരെ ദേഷ്യത്തിൽ ഈ സംഭവത്തെ കുറിച്ചിട്ട് പ്രതികരിക്കുകയാണ് ബീർബലിനോട്. അപ്പൊ ബീർബൽ പറയും, നോക്ക്, മാഫി ചാഹത്താവും ജഹാപ്പനാവ് എന്ന് പറഞ്ഞാൽ മഹാരാജൻ എന്നാണ്. എന്നോട് മാപ്പാക്കണം മഹാരാജാവ്. मैंने तो बस आपके आदेशों का पालन किया. ഞാൻ താങ്കളുടെ നിർദ്ദേശത്തെ കൃത്യമായി പാലിച്ചിട്ടുള്ളൂ.
താങ്കൾ തന്നിട്ടുള്ള ആ നിർദ്ദേശം ഞാൻ പരിപാലിച്ചതാണ്. ബീർബലിനെ ജവാബ് ദിയ. ബീർബൽ അതിന് മറുപടി കൊടുത്തു. ഗുസ്താക്കി മാഫ് ഖോ. ധിക്കാരമാണെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്തത് ധിക്കാരമാണെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഗുസ്താക്കി എന്നാണ് ധിക്കാരം. पर क्या जहापना रेत में गंडों खेलकर अपना मनोरंजन करना जानते हैं. ഈ ഗേത്ത് എന്ന് പറഞ്ഞാൽ രേത്ത് എന്ന് പറഞ്ഞാൽ മണൽ. ഈ മണലിൽ മണിക്കൂറുകളോളം കളിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയോ? ഒരു മണലിൽ ഒറ്റക്ക് മണിക്കൂറുകളോളം കളിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയോ എന്നൊരു വിചിത്രമായ ചോദ്യം അങ്ങോട്ട് ബീർബൽ രാജാവിനോട് ചോദിക്കാം. ബാക്കി നോക്കാം. നെഹി पर उससे क्या. ഇല്ല. पर उससे क्या. അതിനെന്താ? ഷാഹ്സാഹ് ബൈക്കലാക്കെ. ഷാഹ്സാഹ് ചക്രവർത്തി കോപാന്തനായി, അത് ഭയങ്കര ദേഷ്യം അയാൾക്ക് വന്നു. ഈ ചോദ്യം കൂടി കേട്ടപ്പോൾ ചക്രവർത്തിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं. ബീർബൽ രാജാവിനോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. എന്താ ചോദിച്ചത്? क्या आप किसी गरीब आदमी की आमदनी में घर चला सकते. ഒരു പാവപ്പെട്ട ആദ്മി, ഒരു മനുഷ്യന്റെ ആംദനിമേ വരുമാനം കൊണ്ട് ഘർ ചലാ സക്താ, താങ്കൾക്ക് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? താങ്കൾക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ? या क्या आप जानते कि कपड़ों से दाग कैसे हटाया जाता. അതല്ലെങ്കിൽ താങ്കൾക്ക് അഴുകിയ വസ്ത്രങ്ങളിൽ നിന്നും അതിന്റെ കറ നീക്കം എങ്ങനെയാണ് അതിന്റെ കറ നീക്കം ചെയ്യണം എന്നുള്ളത് താങ്കൾക്ക് അറിയോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പിന്നെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വരുമാനം കൊണ്ട് താങ്കൾക്ക് ജീവിക്കാൻ പറ്റുമോ? രണ്ട്, ഒരു വസ്ത്രത്തിലായിട്ടുള്ള ഒരു കറ, അതാണ് കപ്പടോം സേ ദാഗ് എന്ന് പറയുന്നത്. വസ്ത്രത്തിലായിട്ടുള്ള കറ കൈസേ ഹട്ടായ ജാത്ത, എങ്ങനെയാണ് ഇല്ലാതാക്കുക? കൈസേ ഹട്ടായ ജാത്ത, എങ്ങനെയാണ് ആ കറ ഇല്ലാതാക്കുക എന്ന് താങ്കൾക്ക് അറിയോ എന്ന് രാജാവിനോട് ബീർബൽ ചോദിക്കണം. കത്തഹിനെയും. അപ്പൊ രാജാവ് പറഞ്ഞ എന്താ? കത്തഹിനെയും, ഒരിക്കലും ഇല്ല, എനിക്കറിയില്ല. ഷാഹ് അക്ബറിനെ ജവാബ് ദിയ. അപ്പൊ അതിന് മറുപടി ആയിട്ട് രാജാവ് മറുപടി പറഞ്ഞു. ഷാഹ് അക്ബറിനെ ജവാബ് ദിയ എന്നാണ് രാജാവ് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? കത്തഹിനെയും, ഒരിക്കലും എനിക്കതറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം. ക്യാ ജഹാപന യഹി ജാൻതേ ഹൈ കി ബുവായി കബ് കർണി ഹൈ. അല്ലയോ മഹാരാജൻ, ബുവായി കബ് കർണി, വിത്ത് എപ്പോഴാണ് വിതയ്ക്കുക? ഔർ ഫസൽ കോ പാനി കബ് ദേന, ഈ വിത്തിന് എപ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക? ഓക്കെ, ബുവായി കബ് കർണി, വിത്ത് എപ്പോൾ വിതക്കും. അവർ ഫസൽ കോ പാനി കബ് ദേന, എപ്പോഴാണ് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക? അടുത്ത ചോദ്യം. യാ കച്ചറമേം സേ ഉപയോഗി ചീസോ കോ കൈസേ ചാണ്ടിന, കച്ചറയിൽ നിന്നും, കച്ചറയായി കിടക്കുന്ന ഒരുപാട് സാധനങ്ങളിൽ നിന്നും ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കും, എങ്ങനെ തെരഞ്ഞെടുക്കും? ഓക്കെ. യാ കഹാം ഹരേ ബരേ ചരഗാവ്, എവിടെയാണ് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മേച്ചിൽ പുറങ്ങളുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? യാ ഹമാരി ഫസലോ കോ ബടിയ ദാം കഹാ മിലേക്കെ, നമ്മൾ വിത്ത് വിതച്ച് അതിൽ നിന്നും വിളകൾ ഉണ്ടാകുമ്പോൾ ആ വിളകൾക്ക് ഏറ്റവും കൂടുതൽ വില എവിടെ നിന്നാണ് കിട്ടുക എന്ന് അങ്ങേക്ക് അറിയാമോ? യാ കിസി ശബ്ദ കോ ഇത്തിനി ഖൂബ്സൂരതി സെ കൈസെ ലിഖേംഗി യേ ചിത്ര ജൈസെ ലഗാ. അടുത്തത് എന്താണ്? യാ കിസി ശബ്ദ കോ ഇത്തിനി ഖൂബ്സൂരതി സെ കൈസെ ലിഖേംഗി യേ ചിത്ര ജൈസെ ലഗാ. ഒരു വാക്കിനെ ഒരു ചിത്രം പോലെ തോന്നാത്ത രീതിയിൽ മനോഹരമായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അങ്ങേക്കറിയുമോ? ഓക്കെ. ഈ ചോദ്യങ്ങൾക്കെല്ലാം, ഈ ബീർബൽ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം രാജാവിന്റെ മറുപടി നോക്കൂ. നെഹീം നെഹീം നെഹീം, അസാർ പർ നെഹീം, അറിയില്ല, എനിക്കറിയില്ല. 1000 തവണ പറഞ്ഞാലും എനിക്കറിയില്ല. അസാർ, 1000, എനിക്കറിയില്ല. അക്ബർ ഗുസ്സെ സെ ലാൽ പീലെ ഹോക്കർ ചില്ലായെ, ദേഷ്യം കൊണ്ട് അയാൾ അങ്ങോട്ട് അങ്ങേയറ്റത്തെത്തിക്കണം. അതാണ് ലാൽ പീലെ, അയാളെ മുഖവും ശരീരമൊക്കെ ചുവന്ന് തൊടുത്തു ദേഷ്യം കൊണ്ട്. അയാൾ അലറിക്കൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുള്ള ആ ആളുകളെ, എന്തിനാണ് ഇത്രയും ആളുകളെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള
രാജാവിൻ്റെ ചോദ്യത്തിനുള്ള മന്ത്രിയുടെ എതിരെയുള്ള മന്ത്രിയുടെ കുറേ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ആ ചോദ്യങ്ങളൊന്നും കൂടി ഞാൻ പറയാം. ഇവിടെ നോക്കൂ, എന്താ പറഞ്ഞത്? കിസി ഗരീബ് ആദ്മിക്ക് ആംദനി മേ ഗർ ചലാ സക്തേ. താങ്കൾക്ക് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? യാ ക്യാ ആപ്പ് ജാനത്തെ ഹൈ കി കപ്പടം സെ ദാഗ് കൈസെ ഹട്ടായ ജാത്ത. എങ്ങനെയാണ് വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള കറയെ നീക്കം ചെയ്യുക എന്ന് അങ്ങേക്കറിയുമോ? അപ്പൊ രാജാവ് പറയാണ് കത്തഹിനെയും എനിക്കറിയില്ല. ഷാഹസാ അക്ബറിനെ ജവാബ് ദിയ. അക്ബർ ചക്രവർത്തി അതിന് മറുപടി കൊടുക്കാം. പിന്നെയും 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാ ജഹാപ്പനാവ് യഹി ജാനത്തെ, അല്ലയോ മഹാരാജൻ അങ്ങക്ക് ഇതറിയോ? എന്താ അറിയാ? ബുവായി കബ് കർണിയെ ഔർ ഫസൽ കോ പാനി കബ് ദേ. ഒരു കൃഷിക്കാരൻ എപ്പോഴാണ് വിത്ത് വെക്കുന്നതെന്നും ആ വിത്തിന് എപ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്നും അങ്ങേക്കറിയുമോ? യാ കച്ചറമേം സേ ഉപയോഗി ചീസോ കോ കൈസെ ചാണ്ടന. എങ്ങനെയാണ് കച്ചറ സാധനങ്ങളിൽ നിന്നും ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു മാറ്റുക എന്ന് അങ്ങേക്കറിയുമോ? യാ കഹാം ഹരേ ബരെ ചരാഖാവ്. എവിടെയാണ് പിന്നെ പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽപ്പുറങ്ങളുള്ളത് എന്ന് അങ്ങേക്കറിയോ? യാ ഹമാരി ഫസലോ കോ ബടിയ ദാം കഹാ മിലെങ്കെ. വിത്ത് വിതച്ച് അത് വലിയ വിളവുകളായിട്ട് വരുമ്പോൾ അതിന് ഏറ്റവും നല്ല വില എവിടെ കിട്ടും എന്ന് അങ്ങേക്കറിയുമോ? യാ കിസി ശബ്ദ കോ ഇതനി ഖൂബ്സൂരതി സെ കൈസെ ലിഖൻ കി വ ചിത്ര ജൈസെ ലിഖാ. ഒരു മനോഹരമായ ചിത്രം പോലെ ഒരു വാക്കിനെ അങ്ങേക്ക് എഴുതാൻ അറിയോ? അതായത് ഒരു വാക്ക്, ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതൊരു ചിത്രം പോലെ തോന്നുന്ന രീതിയിൽ എഴുതാൻ അങ്ങേക്ക് അറിയുമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ പിന്നെ നേരത്തെ പറഞ്ഞത് ചിത്രം പോലെ തോന്നാത്തതെന്നാണ്. ശരിക്ക് കറക്റ്റ് ആയിട്ട് എന്താന്ന് നോക്കാം. ഒരു യാ കിസി ശബ്ദ കോ ഇതനി ഖൂബ്സൂരതി സെ കൈസെ ലിഖൻ കി വ ചിത്ര ജൈസെ ലിഖാ. അതായത് ഒരു ചിത്രം പോലെ മനോഹരമായിട്ട് വാക്കുകളെ അങ്ങേക്ക് എഴുതാൻ അറിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള അക്ബർ ചക്രവർത്തിയുടെ മറുപടി നോക്കും. നഹീം 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 ഹസാർ ബാർ നഹീം. അക്ബർ ഗുസ്സെ സെ ലാൽ പീലെ ഹോക്കർ ചില്ലായി. അപ്പോൾ അക്ബർ ചക്രവർത്തി അതിനൊക്കെ ഇല്ല 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 എന്ന് മറുപടി പറയുകയും ചെയ്തു. അയാൾ ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു. കുറച്ചും കൂടി നോക്കുക. തബ് ജഹാപ്പനാവ് ബീർബലിനെ ശാന്തി സെ കഹ. അപ്പോ പിന്നെ ബീർബൽ വളരെ സമാധാനത്തോടെ പറയണേ, അല്ലയോ മഹാരാജൻ, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് ന കുച്ച് സിക്കാ സക്താ ഹൈ. ഈ കൊട്ടാര സദസ്സിൽ ഹാജരായിട്ടുള്ള ഹർ ശഖ്സ്, ഓരോ വ്യക്തിയും, ശഖ്സ് എന്ന് പറഞ്ഞ വ്യക്തി, ഓരോ വ്യക്തിയിൽ നിന്നും ആപ്കോ കുച്ച് ന കുച്ച് സിക്കാ സക്താ, നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഇവരിൽ നിന്നും നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഹർ ഏക് ഏസാ കുച്ച് ജാനതാ ജോ ദൂസരോं को नहीं पता. ഒരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് അറിയില്ല, മറ്റൊരാൾക്ക് അറിയുന്നത് ഇപ്പുറത്തെ ആൾക്ക് അറിയില്ല. അങ്ങനെയാണ് ലോകത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും എല്ലാതും അറിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെയോ പ്രത്യേക പാസ് കുച്ച് ഹുനർ, ചിലർക്ക് പ്രത്യേക കഴിവുകളുണ്ട്. കുച്ച് ഖ്യാൻ, കുറച്ച് അറിവുകളുണ്ട്. ദിൽ യാ ദിമാഗ് കി കോയി ഖാസിയത്ത്, ഓരോരുത്തരുടെയും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള സവിശേഷത വ്യത്യസ്തമായിരിക്കും. മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. തോ സബി ശിക്ഷക് ബി, ഓരോരുത്തരും അധ്യാപകരാണ്. അവർ വിദ്യാർത്ഥി ബി, ഓരോരുത്തരും വിദ്യാർത്ഥിയും കൂടിയാണ്. അപ്പൊ എന്താ പിന്നെ ബീർബൽ പറഞ്ഞത്? ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവും. ഒരാളുടെ കഴിവുകൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല, അയാളുടെ കഴിവുകൾ ചിലപ്പോൾ ഇപ്പുറത്തെ ആൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തരുടെയും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള സവിശേഷത വളരെ വേറെ വേറെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തോ സബി ശിക്ഷക്, എല്ലാവരും അധ്യാപകരാണ്. ശിക്ഷക് എന്ന് പറഞ്ഞാൽ അധ്യാപകർ. അവർ ബി വിദ്യാർത്ഥി ബി, എന്നാൽ അതേസമയം വിദ്യാർത്ഥി കൂടിയാണ്. ഇവിടെ അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഒരു മനുഷ്യനും ഹർ ഏക് ഇൻസാൻ കോ ഈസ് ദുനിയ കെ സബി ചീസോ കോ നഹീം സീഖ്ന സക്താ. ഒരു കുട്ടിക്കും ഒരാൾക്കും ഈ ലോകത്തുള്ള എല്ലാ അറിവുകളും പഠിച്ചെടുക്കാൻ സാധ്യമല്ല. ജോ കുച്ച് ഹർ ഏക് കെ പാസ് കുച്ച് ഹുനർ और कुछ ജ്ഞാൻ ഹെ, ഓരോരുത്തരുടെയും അടുത്ത് കുറച്ച് പിന്നെ അറിവുകൾ ഉണ്ടാവും, കുറച്ച് കഴിവുകൾ ഉണ്ടാവും, കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള സവിശേഷ സ്വഭാവങ്ങളും പലർക്കും പല രീതിയിലായിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സഭി ശിക്ഷക്, നമ്മൾ എല്ലായ്പ്പോഴും അധ്യാപകരാണ്, അവർ ബി വിദ്യാർത്ഥി. അതേസമയം വിദ്യാർത്ഥി കൂടെയാണ്. നമ്മളെപ്പോഴും പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളെപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുകയും വേണം. അല്ലാതെ ഞാൻ എല്ലാം പഠിച്ചു ഇനി എനിക്കൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇനിയൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് തീരെ ഇരിക്കാനും പറ്റില്ല. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഹോംവർക്കായി ചെയ്യാനുള്ളത് അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. അല്ലേ, ഫസ്റ്റ് പറയുന്നുണ്ടല്ലോ, മണലിൽ നിങ്ങൾക്ക് മണിക്കൂറുകളോളം കളിച്ച് സന്തോഷിക്കാൻ സാധ്യമാകുമോ മുതൽ അവസാനത്തെ ചോദ്യം വരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ചോദ്യമല്ല, അതങ്ങനെ കൃത്യമായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് ആൻസർ ആയിട്ട് തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ്.